ആദ്യം ക്ലോത്ത് ഇതുപോലെ 4 ആയി മടക്കിയെടുക്കാം. എന്നിട്ട് ഇതാ ടോപ്പിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 20 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള വെടുത്ത് 10 സെൻറ്റിമീറ്ററും മുകൾ ഭാഗത്തേക്കുള്ള വെടുത്ത് 8 സെൻറ്റിമീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ടോപ്പിൻ്റെ മുകളിലെ ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ഞാനിതാ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 സെൻറ്റിമീറ്ററാണ്. വീതി 10 സെൻറ്റിമീറ്റർ. നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലെ നെക്കിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്ററും ബാക്കിലെ നെക്കിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്ററുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആദ്യം മുകളിൽ മാർക്ക് ചെയ്തതാണ് കട്ട് ചെയ്യേണ്ടത്. അതാണ് ബാക്കിലെ നെക്ക്. ശേഷം നമുക്ക് താഴെ മാർക്ക് ചെയ്ത നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ താഴ്ഭാഗത്തെ ക്ലോത്ത് മാറ്റി വെച്ച് മുകളിലെ ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുക്കുക. അതാണ് നമ്മളെ ഫ്രണ്ടിലെ നെക്ക്. അടുത്തതായി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ 19 സെൻറ്റിമീറ്ററാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് ടോപ്പിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള ലൈനിങ് ആണ് കട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടി 2 ക്ലോത്ത് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുകളിലെ ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. മുകളിലെ ഭാഗത്ത് ലൈനിങ് കട്ട് ചെയ്തതുപോലെ തന്നെയാണ് സ്ലീവിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്യേണ്ടത്. 2 ആയി മടക്കിയെടുത്ത് അതിൻ്റെ മുകളിലായി നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റിച്ച് ചെയ്യണത് നോക്കാം. ആദ്യം നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാലൻസ് വരുന്ന ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നെക്കിൻ്റെ 2 കോർണറിലും ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ബാക്കിലെ നെക്കും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഷോൾഡർ യോജിപ്പിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വെച്ച ഭാഗം ഇതുപോലെ
ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ലൈനിങ്ങിൻ്റെ ക്ലോത്ത് രണ്ടും യോജിപ്പിച്ച് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് ഷോൾഡറും ബാക്കിലെ നെക്കും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം സ്ലീവിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടുത്തതായി രണ്ട് സ്ലീവിൻ്റെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ടോപ്പിൻ്റെ താഴ്ഭാഗത്ത് ഫ്രണ്ടിലായി ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റിച്ച് ചെയ്യാനും വേണ്ടി ഫ്രണ്ടിലെ ക്ലോത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു 5 സെൻറ്റിമീറ്റർ സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് ബാക്കിലേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്ററിലൂടെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ചുരിദാറിൻ്റെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടിലെയും ബാക്കിലെയും താഴ്ഭാഗത്തെ ക്ലോത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ടോപ്പിൻ്റെ രണ്ട് ഭാഗവും സ്ലീവിൻ്റെ അറ്റം മുതൽ താഴ്ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അടുത്ത ടോപ്പിൻ്റെ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പ് സ്റ്റിച്ച് ചെയ്യൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ് കട്ട് ചെയ്യാം. അതിനു വേണ്ടി ഞാനിതാ ക്ലോത്ത് 4 ആയി മടക്കിയെടുത്തിട്ടുണ്ട്. ഫോൾഡഡ് ഭാഗം നമ്മുടെ വശത്തേക്കും ഓപ്പൺ ഭാഗം മറുവശത്തേക്കും ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ അളവ് പാൻറ് വെച്ചിട്ടാണ് ഞാൻ പാൻറ് കട്ട് ചെയ്യണത്. അതിനു വേണ്ടി അതിൻ്റെ മുകളിൽ പാൻറ് ഇതുപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ അതും കൂടെ കണക്കാക്കിയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ഇനി ഓരോ കാലിൻ്റെയും ബോട്ടം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് കാലിൻ്റെയും ഹാം ഹോളിൻ്റെ ഭാഗം ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ വീതിക്കനുസരിച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റൗണ്ട് കംപ്ലീറ്റ് ആയി സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലെ ഒരു ഭാഗം ഒഴിച്ച് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇതിലൂടെയാണ് നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇലാസ്റ്റിക്കിൻ്റെ അറ്റത്തായി ഒരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്ത് ഇതിലൂടെ കയറ്റി കൊടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ രണ്ടറ്റവും കൂട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വിട്ട ആ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അതിന് ഇലാസ്റ്റിക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വീഡിയോയിൽ കാണുന്നത് പോലെ വലിച്ചു പിടിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.